ശ്രീ വി കെ സനോജ്, ഇതിപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് SITയുടെ സമീപനം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. അങ്ങ് ഇപ്പോൾ ദീർഘമായി കേട്ടല്ലോ. അതായത് കടകംപള്ളിയെ വിളിപ്പിച്ച് 3-ാം ദിവസം മാത്രമേ വിവരം അറിയുന്നുള്ളൂ. ആരും അറിയാതെ ഇരുചെവി അറിയാതെ SITക്ക് അത് ചെയ്യാൻ പറ്റി. ഇതിപ്പോഴത്തെ അടൂർ പ്രകാശ് അങ്ങോട്ട് കയറുന്നത് അറിയാം, എത്ര മണിക്കൂറായി ചോദ്യം ചെയ്യുന്നത് അറിയാം, പുറത്തിറങ്ങുന്നവരെ മാധ്യമങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റി, പുറത്തിറങ്ങിയ മാധ്യമങ്ങൾ പിടികൂടുകയും ചെയ്തു. അപ്പോൾ അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള ആദ്യത്തെ ആരോപണത്തിന് അങ്ങയുടെ മറുപടി. അതൊരു പ്രസക്തമായ ചോദ്യമല്ലല്ലോ സ്മൃതി. കാരണം SIT എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ 2 ജഡ്ജിമാർ, പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സംശയം ഈ അനിൽ ബോസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. SITയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇവർ വ്യാപകമായിട്ട് ഉന്നയിച്ചത് SIT എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നിശ്ചയിച്ചു കൊടുത്ത ഉദ്യോഗസ്ഥരാണ്, അവർ AK സെൻറ്ററിൽ നിന്ന് ലിസ്റ്റ് കൊടുത്ത ആളുകളാണ്, SITക്ക് വിശ്വാസ്യതയില്ല, ഉദ്യോഗസ്ഥന്മാരൊക്കെ CPMൻ്റെ ആളുകളാണ്, മുൻ SFI ആണെന്നൊക്കെ ആക്ഷേപിച്ചല്ലോ. പക്ഷേ ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്ത ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഉള്ള വാദത്തിനിടയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. SITയെ പ്രശംസിച്ചിട്ടുണ്ട്. SIT 90 ദിവസം കൊണ്ട് എന്തുകൊണ്ട് കുറ്റപത്രം കൊടുക്കുന്നില്ല എന്നുള്ള ഇവരുടെ വാദത്തിന് മറുപടിയായി പറയട്ടെ, ഇതൊരു കത്തിക്കുത്ത് കേസ് പോലെയോ മറ്റേതെങ്കിലും ഒരു കേസ് പോലെ പെട്ടെന്ന് അന്വേഷിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് ഈ കേസ് ആകെ പൊളിഞ്ഞു പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ആഗ്രഹത്തിനനുസരിച്ചിട്ട് SITക്ക് പെരുമാറാൻ കഴിയില്ല എന്നാണ് ഭംഗ്യന്തരേണ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആരൊക്കെ മൊഴിയെടുക്കുന്നു, ആരെയൊക്കെ വിളിപ്പിക്കുന്നു, അതൊന്നും CPMന് ഉത്തരവാദിത്തമില്ലല്ലോ വിളിച്ച് വാർത്ത കൊടുക്കൽ. അത് SITയുടെ ഭാഗമായിട്ട് വിവരങ്ങൾ പുറത്തു പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അന്വേഷിക്കുക. കാര്യങ്ങൾ ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഇത് നടക്കുന്നത്. കേരള സംസ്ഥാന ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പിൻ്റെ മേൽനോട്ടത്തിലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നിരവധി ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ വാർത്ത ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, ചില ആളുകൾ വാർത്ത നേരത്തെ വന്നിട്ടുണ്ട്, ചില ആളുകൾ 2 ദിവസം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയൊന്നും ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സമനില തെറ്റിയിട്ടുള്ള അടൂർ പ്രകാശിനെ കണ്ടത്. അടൂർ പ്രകാശ് എന്താ ഇന്ന് പറഞ്ഞത്? നിങ്ങളുടെ ചാനലിൻ്റെ റിപ്പോർട്ടറോട് എന്താ പറഞ്ഞത്? UDF അധികാരത്തിൽ വന്നാൽ ഈ റിപ്പോർട്ടർ പൂട്ടിക്കുന്നോ അല്ലേ? എന്താ പറഞ്ഞത്? അനിൽ ബോസ് അതിനൊക്കെ മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് സമനില തെറ്റിപ്പോയത്? സമനില തെറ്റാൻ കാരണമുണ്ട്. കാരണം ഈ അടൂർ പ്രകാശ് പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നായി ഇന്ന് പൊളിഞ്ഞിരിക്കുന്നു. എന്താ ആദ്യം പറഞ്ഞത്? ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞത്, എനിക്ക് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് അദ്ദേഹം. ഇപ്പോൾ 2019 ഞാൻ ആറ്റിങ്ങലിൽ ആദ്യമായി മത്സരിക്കാൻ വരുമ്പോൾ ഒരു വോട്ടർ എന്ന നിലയിൽ അയാളെ പരിചയപ്പെട്ടു, അയാളുമായിട്ടൊരു ബന്ധമുണ്ടായി എന്നാണ്. എന്നാൽ നിങ്ങളുടെ ഈ ചാനൽ, ഈ റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട ചില ഫോട്ടോയും വിവരങ്ങളും ഉണ്ട്. ആ ഫോട്ടോ എപ്പോഴാണ്? 2016 സ്മൃതി. 2016 പരിചയമുണ്ടായിരുന്നു. ആ 2016 ഫോട്ടോന് എന്താ തെളിവ്? കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്, ആ കാലത്തെ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള K രാഘവനുണ്ട്. അങ്ങനെ പ്രയാർ ഗോപാലകൃഷ്ണനും K രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചേർന്ന് പോറ്റിയും അടൂർ പ്രകാശ് എല്ലാം നിൽക്കുന്ന 2016 ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ ഒന്നാമത്തെ കള്ളവിടെ പൊളിഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? 2025 ഏതാണ്ട് ആഗസ്റ്റ് മാസത്തിലാണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലെ ഒരു പോർട്ടിക്കോയിൽ വെച്ച് നടന്ന ചടങ്ങിൽ, പോലീസ് ആംബുലൻസ് കൈമാറുന്ന ചടങ്ങിൽ ഈ പോറ്റിയും ഈ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ വന്നപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അല്ലെ, മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഞാൻ പരിചയപ്പെട്ടത് എന്ന് രണ്ടാമതൊരു കള്ളം തട്ടിവിട്ടു. അതും പൊളിഞ്ഞു പോയില്ലേ? യഥാർത്ഥത്തിൽ ഇവരെല്ലാം കൂടി നിൽക്കുന്ന ഫോട്ടോ, സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ എപ്പോഴാണ് ഉള്ളത് എന്ന് പറയാനുള്ള ധൈര്യം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ അനിൽ ബോസിനുണ്ടോ? ഞാൻ ഈ ചർച്ചയിൽ അനിൽ ബോസിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ആ രേഖ പുറത്തു വിട്ടുകൂടെ? 2019 ശേഷമാണെങ്കിൽ ആ രേഖ പുറത്തുവിടാലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത് എന്താണ്? സോണിയാഗാന്ധിക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ട് എന്തോ മന്ത്രിച്ച ചരടോ മറ്റോ കെട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ സോണിയാഗാന്ധിയുടെ അസുഖം മാറിയിട്ട് സോണിയാഗാന്ധി ആദ്യമായിട്ടൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് 2011 ഇപ്പൊ 2011 മുന്നേ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് ഈ ചരട് കെട്ടിക്കൊടുക്കുക. പറയാത്ത കാര്യങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു, ഞാൻ പങ്കെടുത്ത നിങ്ങളല്ല, ഞാൻ നിങ്ങൾ പറയുന്നത് 17 മിനിറ്റ് നിങ്ങൾ പറഞ്ഞല്ലോ, 17 മിനിറ്റ് നിങ്ങൾ പറഞ്ഞു, ഞാനൊന്നും വേണ്ടിയില്ലല്ലോ. നിങ്ങൾ അസ്വസ്ഥമാവണ്ടേ?
അല്ലെന്ന് നിങ്ങൾ അസ്വസ്ഥ അല്ലല്ല അങ്ങനെ അസ്വസ്ഥമാവണ്ട. ഞാൻ പറഞ്ഞത് ഒരു കുറവുമില്ല. ഞാൻ പറയാത്ത കാര്യമാണ്. ശരി, അങ്ങ് പറഞ്ഞു എന്നല്ല ശ്രീ അനിൽ ബോസ്. പറഞ്ഞോളൂ ശ്രീ സനോജ്. അനിൽ ബോസേ, നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ വക്താവായിട്ടുള്ള അയാൾ പേര് ഞാൻ പറയാം, എന്താ പിന്നെ BRM ഷഫീർ, ഞാനും ആ ചർച്ചയിലുണ്ടായിരുന്നു. BRM ഷഫീർ ആ ചർച്ചയിൽ പറഞ്ഞത് സോണിയാഗാന്ധിക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ട് മന്ത്രിച്ച ചരട് കെട്ടിക്കൊടുക്കാനാണ് ഈ തന്ത്രി അവിടെ പോയത്, ഈ പൂറ്റി അവിടെ പോയത് എന്നാണ്. ഇപ്പോൾ സോണിയാഗാന്ധി 2011 പൊതുപരിപാടിയിൽ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങി വന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2011 മുന്നേ ആയിരിക്കുമല്ലോ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഇത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ 2011 മുന്നേ അല്ലെങ്കിൽ 2014 മുന്നേ കെട്ടിക്കൊടുത്ത ചരട് അതുമായി ബന്ധപ്പെട്ട ഫോട്ടോയിൽ അടൂർ പ്രകാശ് ഉണ്ട്. അപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞ് എത്ര കള്ളങ്ങൾ പൊളിഞ്ഞു. എൻ്റെ അനിൽ ബോസെ, ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയണ്ടേ? മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണെന്ന കാര്യം പൊളിഞ്ഞു. 2019 ഞാൻ മത്സരിക്കാൻ വന്നപ്പോഴാണ് ഈ പോറ്റിയെ കണ്ടത്, കേവലം ഒരു വോട്ടർ എന്ന നിലക്ക് പരിചയപ്പെട്ടു എന്ന കാര്യം പൊളിഞ്ഞു. പിന്നെന്തൊക്കെ വിരകളാണ് പുറത്തു വന്നത്? ബാംഗ്ലൂരിൽ വെച്ച് കണ്ടു അല്ലേ, ഡൽഹിയിൽ വെച്ച് കണ്ടു, ശബരിമലയിൽ വെച്ച് കണ്ടു. മാത്രമല്ല 2016 ചിത്രം എന്ന് പറഞ്ഞാൽ മറ്റേ ശബരിമലയിൽ തന്നെ എന്തോ ഒരു പിന്നെ നേർച്ചയോ മറ്റോ അതുമായി ബന്ധപ്പെട്ട എന്തോ ചിത്രമാണ്. അപ്പം നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നു. നിങ്ങൾക്ക് തെളിവായിട്ട് എന്ത് ചിത്രമുള്ളത്? നിങ്ങൾക്ക് തെളിവായിട്ട് നിങ്ങൾ പറഞ്ഞ ചിത്രം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രി എന്തിനാ ചോദ്യം ചെയ്യുന്നത്? 2025 ആഗസ്റ്റ് മാസം നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ ഏതോ ഒരു മൂലക്ക് ഇയാൾ നിൽക്കുന്ന ഫോട്ടോ അല്ലാതെ മുഖ്യമന്ത്രിയുമായിട്ട് ഇയാൾക്ക് ഉള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളുടെ പക്കലുള്ള തെളിവെന്താ? ഹാജരാക്ക്. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന തെളിവിതാണ്. സോണിയാഗാന്ധിയുടെ കൂടെ, പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ, കെ രാഘവൻ എന്ന് പറയുന്ന അക്കാലത്തെ ബോർഡ് മെമ്പറുടെ കൂടെ, പിന്നെന്താണ് ബെല്ലാരി ഗോവർദ്ധനും സോണിയും പോറ്റിയും ഈ അടൂർ പ്രകാശും മറ്റേ ആന്റണിയും എല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ. എന്താ ഇതൊക്കെയുള്ള ബന്ധം? നിങ്ങൾക്ക് വിശദീകരിച്ചൂടെ? ഒന്നുമില്ലെങ്കിൽ ആ സോണിയാഗാന്ധിയെ പോലുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ ഈ തെരുവിൽ വലിച്ചിഴക്കേണ്ട സാഹചര്യം എന്താണ്? ഒന്നുമില്ലെങ്കിൽ സോണിയാഗാന്ധിയോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ഏത് കാലത്താണ് ആ ഫോട്ടോ എടുത്തത് എന്ന് നിങ്ങൾക്കത് പറഞ്ഞു കൊടുത്തിട്ട് ആ സോണിയാഗാന്ധിയെ നിങ്ങൾക്കൊന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? എന്താ നിങ്ങളത് ചെയ്യാത്തത്? ഇപ്പം ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നത്, സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള വർഷം, എന്തായാലും ആ ജൻപത് 10-ലെ അവിടെയുള്ള സന്ദർശക ഡയറിയിൽ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടെ ഉണ്ടാവുമല്ലോ. എന്തെല്ലാം കടമ്പകൾ കടന്നിട്ട് വേണം സോണിയാഗാന്ധിയെ പോലെയുള്ള ഒരാളുടെ അടുത്തേക്ക് പോവാൻ എന്ന് ഞാൻ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് ഇവരെല്ലാം തമ്മിലുള്ള ബന്ധം? ബന്ധത്തിന് ചില വിവരങ്ങൾ വീണ്ടും പുറത്തു വന്നല്ലോ. എന്തൊക്കെയാണ് പുറത്തു വന്നത്? ബന്ധത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു. എന്താണ്? 2 കോടി രൂപ ആന്റണി ഇവിടുന്ന് വാങ്ങി, ഒരു സ്വകാര്യ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങി അല്ലേ? അയാൾ വാങ്ങിയല്ലോ. 2 കോടിയല്ലേ വാങ്ങിച്ചത്? ആ 2 കോടി ആ വാജി വാഹനം തന്ത്രിക്ക് നൽകിയിട്ടുള്ള 2017 ശേഷമാണ്. ഞാൻ പറയട്ടെ, ആന്റണി വാങ്ങിയെന്ന് നിഷേധിക്കട്ടെ, ഞാൻ പറയാ. 2 കോടി പലിശക്ക് നൽകി തിരികെ ആകെ 20 ലക്ഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് ആന്റണി MP കൊടുത്തു എന്ന് നെടുമ്പാറയിൽ ഫിനാൻസിന്റെ ഉടമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്ത് ഉറപ്പിലായിരിക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക? ഇതേ സ്ഥാപനത്തിലാണ് ഈ തന്ത്രി പണം നിക്ഷേപിച്ചത് എന്നിപ്പോ ചില വിവരങ്ങൾ പുറത്തു വന്നല്ലോ. അപ്പൊ ഇതെല്ലാം കള്ളന്മാരുടെ ഒരു വലിയ കൂടാരമാണ് കോൺഗ്രസ്. ഈ അടൂർ പ്രകാശ് പറഞ്ഞ ഈ 3-4-5 കള്ളങ്ങൾ പൊളിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഈ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ ഉൾപ്പെടെ പറഞ്ഞത്, നിന്റെ എല്ലാം റിപ്പോർട്ടർ UDF അധികാരത്തിൽ വന്നാൽ പൂട്ടിക്കുമെന്നാണ്. അപ്പൊ എന്താണ്? സമനില തെറ്റിപ്പോയി. ഇത്രയും കാലം ജനങ്ങൾക്ക് മുമ്പിൽ പല കാര്യങ്ങളും കള്ളവും ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് ഈ കനകോലുവിനെ ഉപയോഗിച്ച് പല തരത്തിലുള്ള നരേഷൻ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഇവരുടെ ജാതി ഉൾപ്പെടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണിരിക്കുക. ദയനീയമായി ഇങ്ങനെ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞ പോലെ ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കള്ളന്മാരുടെ ഈ കൂട്ടത്തെ കേരളത്തിലെ ജനങ്ങൾ ഇതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ അനിൽ ബോസ് ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. അപ്പോൾ പണമിടപാടാണ് നടന്നത്. പണമിടപാട് 2 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. പല നേതാക്കന്മാരും പണം വാങ്ങിയിട്ടുണ്ട്. അല്ലാതെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് പിന്നെ ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലെന്താ കാര്യം? ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിലെന്താ കാര്യം? ഈ സ്വർണം കട്ടവനും കളവ് മുതൽ വാങ്ങിയവനും കളവിനെ സഹായിച്ചവനും കൂട്ടുനിന്നവനും എല്ലാം കൂടി ഒറ്റ ഫ്രെയിമിൽ വന്ന് നിൽക്കുന്ന ചിത്രം ഏത് കാലത്താണ് എന്ന് എന്തുകൊണ്ട് ഇവർ വെളിപ്പെടുത്തുന്നില്ല? അതുകൊണ്ട് കാര്യങ്ങളെല്ലാം കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല. ഇനി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ഇടതുപക്ഷം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും തരത്തിലോ ഉണ്ടെങ്കിൽ അവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ എന്ന നിലപാട് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷേ ജയിലിലുള്ളവരോട് പോലും ഇപ്പോൾ എടുക്കുന്ന നിങ്ങളുടെ സമീപനം പാർട്ടി തുടരട്ടെ എന്നാണല്ലോ സനോജ്.
മാത്രമല്ല ഇനി പറയുന്ന കടകംപള്ളി ഇനി വിളിപ്പിക്കില്ല എന്ന് പറയാനും പറ്റില്ല. കടകംപള്ളിയുടെ മൊഴിയെടുക്കൽ എന്ന രൂപത്തിലാണ് നമ്മൾ ഇത്രയും ദിവസം കേട്ടത്. ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിലേക്കാകുമോ നമുക്കറിയില്ല. യെസ്, ആരെ വേണമെങ്കിലും വിളിപ്പിച്ചോട്ടെ, ആരെ വേണമെങ്കിലും വിളിപ്പിച്ചോട്ടെ. വിളിപ്പിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ഇവർ SIT അംഗീകരിച്ചു. SITയുടെ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ SITയിൽ ഉള്ളത് CPMന്റെ ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ട് ഉദ്യോഗസ്ഥന്മാരാണ് എന്ന പച്ച നുണ ഇവർ പറഞ്ഞില്ലേ? പച്ച നുണ പറഞ്ഞില്ലേ? കോടതിക്ക് പറയേണ്ടി വന്നില്ലേ? സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരാണ്. കോടതി ചോദിച്ചു, CBIയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരാണ് ഇവർ എന്ന് പറയേണ്ടി വന്നില്ലേ കോടതിക്ക്? ഇപ്പം എന്താ അതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് പറയാനുള്ളത്? ഇതുപോലെയുള്ള ചാനൽ ഫ്ലോറിൽ വന്നിരുന്നിട്ട് എന്തൊരു തള്ളായിരുന്നു. ഇന്നിപ്പോൾ അനിൽ ബോസ് ആദ്യം എത്ര ഭവ്യതയോടെയാണ് പറഞ്ഞത്. അയ്യോ, അടൂർ പ്രകാശിനെ പോലെയുള്ള പാവം രാഷ്ട്രീയ നേതാക്കൾ എത്രയോ വർഷമായിട്ട് കെട്ടിപ്പടുത്ത ഈ ഒരു അംഗീകാരം നിങ്ങൾ നശിപ്പിച്ച് കളയല്ലേ എന്നൊക്കെയല്ലേ സ്മൃതിയോട് താണുകയാണ് അപേക്ഷിക്കുന്നത് കണ്ടത്. ശരി, എന്തൊക്കെ കെട്ടിപ്പടുക്കുന്നു എന്നുള്ളതാണ് എന്തായാലും SIT അന്വേഷിക്കുന്നത്. എന്തൊക്കെ കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നതാണ് SIT അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. ശരി, എല്ലാവരും തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഘട്ടത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. Debate with Smriti Parathikkad.